നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കൊരിന്ത്യർ എഴുതിയ 2 ലേഖനം 5 അധ്യായം 17 തിരുവചനം. So if anyone is in Christ, there is a new creation. Everything old has passed away. See, everything has become new. Second letter to Corinthians, chapter 5, verse 17. പുതിയത് കിട്ടുക എന്നുള്ളത് പലരെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ പുതിയത് ആശംസിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആശംസിക്കാൻ നമുക്ക് വലിയ ആഗ്രഹവും നമ്മൾ സാധിക്കുന്നിടത്തോളം ആളുകളിലേക്കൊക്കെ പുതിയ ആ സന്ദേശം എത്തിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അത് നീ ഒരു ആശംസ നൽകി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുന്നത് ചോദിച്ചാൽ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ നവീകരിക്കപ്പെടാനായിട്ടുള്ള ഒരു ആഗ്രഹവും പരിശ്രമം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന് മുമ്പും പിമ്പും എന്ന് AC അല്ലെങ്കിൽ AD BC എന്ന് ചരിത്രത്തെ തന്നെ മുറിച്ചതുപോലെ തന്നെ ഞാൻ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പും ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമൊന്നും നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കത്തക്ക വിധം നവീകരണത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ക്രിസ്തുവിൽ നവീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ആകെ മാറി അത് ദൈവികതയിൽ നിറഞ്ഞതാകും, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകും, അത് അനുഗ്രഹ സമ്പന്നമാകും, അത് വലിയ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാകും. വിശ്വസിച്ച് നമുക്ക് ഈ വചനത്തിന്റെ കൃപ സ്വീകരിക്കാം. ആമേൻ. ക്രിസ്തുവിലെല്ലാം നവീകരിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്ന എല്ലാ മേഖലകളും ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനും ക്രിസ്തു എടുത്ത കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലാം പരിഹരിക്കപ്പെടുവാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ സുദിനം നൽകുന്ന അനുഗ്രഹാശീർവാദം ദിവികാരുണ്യ അഭിഷേകം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയും സഹായവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കൾക്കും അവിടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.